ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ചെന്ന് കിങ് ടുട്ടിൻ്റെ 110 കിലോൻ്റെ സോളിഡ് ഗോൾഡ് കോഫിനും ഫേമസ് ഗോൾഡ് മാസ്ക് ഒക്കെ കണ്ട കഥ പറയാം. ഗിസയിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം നവംബർ 2025 തുറന്നത്. അതായത് ഞങ്ങൾ പോകുന്നതിൻ്റെ 2 മാസം മുന്നേ. അതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. 20,000-ഓളം വിസിറ്റേഴ്സ് വരുത്തണം ഇവിടെ ഡെയിലി. എൻട്രൻസിൽ തന്നെ 4500 വർഷം പഴക്കമുള്ള റാംസേസ് 2ൻ്റെ വലിയൊരു ഗ്രാനൈറ്റ് സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് ആദ്യത്തെ ഹൈലൈറ്റ്. ഒരു ക്വിക്ക് ലഞ്ചും കഴിച്ച് ഞങ്ങൾ ആദ്യം പോയത് ബോട്ട് മ്യൂസിയത്തിലേക്കാണ്. അവിടെ നമ്മൾ തലേ ദിവസം പോയ ഗിസ കോംപ്ലക്സിലെ ഏറ്റവും വലിയ പിരമിഡായ കുഫുവിൻ്റെ പിരമിഡിൻ്റെ മുമ്പിൽ കിങ് കുഫുവിന് ആഫ്റ്റർ ലൈഫിലേക്ക് പോകാൻ വേണ്ടി 4500 വർഷം മുമ്പ് കുഴിച്ചിട്ട ബോട്ടാണ് ഇവിടെ കൊടുന്ന് റീകൺസ്ട്രക്ട് ചെയ്തത്. അവിടുന്ന് കിട്ടിയ സെയിം വുഡൻ പ്ലാങ്ക്സ് പ്രിസർവ് ചെയ്ത് കയറുകൊണ്ട് കെട്ടിയിട്ടാണ് ഈ ബോട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചിന്തിക്കാൻ പറ്റുമോ? ഇത് കണ്ട് വണ്ടറടിച്ച് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. 1 ലക്ഷത്തോളം ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ ആർട്ടിഫാക്ട്സ് ഉള്ള ഒരു വലിയ മ്യൂസിയമാണിത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ട റോയൽ ഷിപ്സും പിന്നെ കിങ് ടുട്ടിൻ്റെ ടൂമ്പിൽ നിന്ന് കിട്ടിയ ആർട്ടിഫാക്ട്സും പിന്നെ ഇതുപോലത്തെ കുറേ റോക്ക് സ്റ്റാറ്റ്യൂസും ബാക്കിയുള്ളതൊക്കെ എവറിഡേ ഒബ്ജക്ട്സ് ആണ്. ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടുള്ള എല്ലാ ഏൻഷ്യൻ ഫറോവേഴ്സിൻ്റെ ടൂംസും കള്ളന്മാർ പണ്ടേ ഐറ്റംസ് ഒക്കെ കട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഇൻടാക്റ്റായി കിട്ടിയ ഏകൊരു ടൂമ്പ് ഫേമസ് ആയിട്ടുള്ള കിങ് ടുട്ടാൻഖാമുൻ്റെ ടൂമ്പിൽ നിന്നാണ്. ഈ ടൂമ്പിൽ ടുട്ടിൻ്റെ മമ്മി കടന്നിരുന്നത് ഇതേപോലത്തെ 4 ബോക്സ് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നിലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു വുഡൻ കോഫിനും അതിൻ്റെ ഉള്ളിൽ 110 കിലോ സോളിഡ് ഗോൾഡിൻ്റെ ഒരു കോഫിൻ്റെ ഉള്ളിലായിരുന്നു മമ്മി ഉണ്ടായിരുന്നു. ആ മമ്മിയുടെ ഗോൾഡൻ ഫേസ് മാസ്കും ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മ്യൂസിയത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏൻഷ്യൻ്റ് ആർട്ടിഫാക്റ്റ് ആണിത്. ഒരുപാട് ഫോട്ടോസിലൊക്കെ കണ്ട ഈ സംഭവം നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഇതിനുശേഷം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് നേരെ കൈറോയിലോട്ട് വിട്ടു. കുറേ ദിവസമായി അറബിക് ഫുഡ് കഴിച്ച് മടുത്ത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി നല്ല ബിരിയാണി അടിച്ചു. പിന്നെ ഫിദ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ എമിനിയും കൂട്ടി ഒരു അമ്യൂസ്മെൻറ്റ് റൈഡ് കൊണ്ടുപോയി അവിടുത്തെ കുറച്ച് റൈഡ്സിൽ കയറ്റി. ഫോളോയിങ് ഡേ നമുക്ക് ലക്സറിലോട്ട് ഒരു റോഡ് ട്രിപ്പ് പോകാണ്ടായിരുന്നു. അവിടുത്തെ ഫേമസ് ടെമ്പിൾസും വാലി ഓഫ് ദ കിങ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായി. അതിനായി നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് ഹയർ കാർ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത് ഞങ്ങൾ നേരത്തെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. കമ്പനിയുടെ അടുത്ത കളി അങ്ങ് ദൂരെ ലക്സറിൽ വെച്ചിട്ട്.